ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ എന്തെല്ലാവരും വർത്താനം സുഖമില്ല? എനിക്കും സുഖമായിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എടുത്തുണ്ട് റമദാൻ മാസം ഇവിടെ രാവിലെ തന്നെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് പൊറാട്ടയും ബീഫൊക്കെ കാണിച്ചു തരുന്നതല്ലേ. ഇത് സത്യം പറഞ്ഞാൽ 2-3 മാസം മുന്നേ ഉള്ള വീഡിയോ കേട്ടോ. അപ്പോൾ അന്ന് ഇതേമാതിരി രാവിലെ എണീച്ചപ്പോൾ ഭയങ്കര പൂതിട്ട പൊറാട്ടയും ബീഫൊക്കെ തിന്നാൻ. ഫോണിൽ എന്തെങ്കിലും കണ്ട അപ്പം എനിക്ക് പൂതിയായി കേട്ടോ. അങ്ങനെ പിന്നെ രാവിലെ തന്നെ പൊറാട്ടയും ബീഫൊക്കെ തിന്നാന്ന് കരുതിയിട്ട് അങ്ങനെ കൊണ്ടുവച്ചത് ചെയ്യുന്നത്. അങ്ങനെ അന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇന്നാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയത് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്താ പറയുക, വീഡിയോ ഒക്കെ ഇങ്ങനെ വെക്കണ മാതിരിയൊക്കെ എടുത്ത് വെക്കും, പക്ഷേ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര മടിയാട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ മടിച്ച് നിന്ന് ഈ നേരമായി. അങ്ങനെ പിന്നെ നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളെ തടി കൊണ്ട് വെക്കണമല്ലോ. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് കുറച്ച് സാഹചര്യങ്ങൾ കാരണം വീഡിയോ ഇടാനൊന്നും പറ്റില്ല. അങ്ങനെ പിന്നെ എന്തായാലും വെക്കണം ആദ്യമൊക്കെ വീഡിയോ ഇടാന്നൊക്കെ കരുതിയിട്ട് വീഡിയോ ഇട്ടാട്ടോ. ആ രാവിലത്തെ ചായയും കടിയൊക്കെ തീറ്റ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം അങ്ങനെ കടന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ തോന്നി കൂർക്കുണ്ടായിരുന്നു. അപ്പോൾ കൂർക്കപ്പേര് കൂട്ടി ചോറ് നമ്മൂതിയായപ്പോൾ കൂർക്കുണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. തോനെ നേരം നിന്നുള്ള പണിയൊന്നും വെച്ചു. അപ്പം ഞാൻ എന്തൊക്കെ ഇട്ടെ, എനിക്ക് എന്തെങ്കിലും കൂട്ടാൻ ഉണ്ടാക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആ സാധനങ്ങളൊക്കെ നുള്ളിപ്പെറുക്കി കൊലയുമൊക്കെ വരും. എന്നിട്ട് അങ്ങനെ ഇരുന്ന് ഉണ്ടാക്കും കേട്ടോ. നമുക്കങ്ങനെ കുറേ നേരം നിന്ന് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം ഇങ്ങനെ ഞാൻ കൂർക്കൊക്കെ നുള്ളിപ്പെറുക്കിയിട്ട് കൊലയുമൊക്കെ വന്നിട്ട് ഇതേമാതിരി ഒരു പാത്രത്തിലിട്ടിട്ട് നല്ല കുലുക്കിയിട്ട് അപ്പോൾ കുറേ തൊലി പോയിട്ട്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ എവിടെയോ കണ്ടൊരു ഐഡിയ കേട്ടോ. അങ്ങനെ മറ്റേ പണ്ടൊക്കെ നമ്മളിങ്ങനെ ചാക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക സീലിയിൽ ഇങ്ങനെ കൂർക്ക പൊതിനിട്ട് ഇങ്ങനെ തല്ലിയിട്ടേനില്ലേ അതിൻ്റെ തൊലി കളഞ്ഞിരുന്നേ. ഇപ്പം അങ്ങനെ ഒരു ഐഡിയ കണ്ടപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാൻ വെച്ചിട്ട് ഞാൻ ഇതേമാതിരി മൂടിയുള്ളൊരു പാത്രത്തിട്ട് അതിലിങ്ങനെ കൂർക്കിട്ടിട്ട് ഇങ്ങനെ കുലുക്കിയപ്പം കുറേയൊക്കെ തൊലി പോയിട്ട്, എന്നാലും പിന്നെ കുറച്ച് തൊലി ഉണ്ടാവുമല്ലോ കളയാൻ. അതിന് ബാക്കിയുള്ള ഒക്കെ കൂടി ഞാൻ വെള്ളത്തിൽ എടുത്തിട്ടിട്ടാണ്. അങ്ങനെ ഈ കൂർക്കൻ്റെ ഒരു മണം ഉണ്ടാവും, എൻ്റെ ഒരു പ്രത്യേക തരം മണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു മണ്ണിൻ്റെ മണവും ഒക്കെ കൂടെ ആയിട്ടൊരു വേറൊരു മണമാണല്ലോ. അതായത് നമ്മൾ മഴയൊക്കെ പെയ്താലുണ്ടാവില്ല മുറ്റത്തുനിന്ന് ഒരു മണം വരുന്നു മണ്ണിൻ്റെ ആ മാതിരിയൊക്കെ നല്ലൊരു മണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂർക്ക. അങ്ങനെ പിന്നെ വെയ്ക്കണ മാതിരി കൂർക്കമ്മക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. എന്നാൽ പിന്നെ ഇതിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് കൊടുക്കുമ്പോൾ ഉണ്ടാക്കി തന്നോളൂ വെച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇരുന്ന കേട്ടോ. വലിയ ആളായിട്ട് കൂർക്കൊക്കെ നുള്ളിപ്പെറുക്കി കൊലയുമ്പോൾ കൊടുന്ന് ഇരിക്കും. പക്ഷേ എല്ലാതും പകുതി ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ചടപ്പ് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ക്ഷീണം തോന്നുമ്പോൾ അതവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അങ്ങനെ ഇട്ട് എൻ്റെ ഒരു സ്വഭാവം എല്ലാ പണിക്കും അങ്ങനെ, അതായത് എന്നെക്കൊണ്ട് വെയ്ക്കണം ചെയ്ത് കൊടുക്കാമെന്ന് കരുതി എടുത്ത് കൊണ്ടുവരണതാവും. പിന്നെ അവിടെ പകുതി ചെയ്യുമ്പോഴത്തേന് പകുതി ആകുമ്പോൾ എനിക്ക് മടിയേക്കാരം. അങ്ങനെ വെച്ചാലും കുറേ നേരം തലയൊക്കെ താത്തിക്കുമ്പോൾ തല വേദനിച്ച് അങ്ങനെ ഭയങ്കര അസ്വസ്ഥതയും ബുദ്ധിമുട്ടൊക്കെ ആയിക്കാരം. അപ്പം അങ്ങനെ അതവിടെ കൊണ്ടുപോയി വെക്കും. അങ്ങനെ എന്തായാലും കൂർക്ക അങ്ങനെ വെയ്ക്കണ മാതിരിയൊക്കെ ഈ പാത്രത്തിലിട്ടിട്ട് കുറേയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ട് എന്നിട്ട് തൊലി കളഞ്ഞൊക്കെ കൂടെ ആ പാത്രത്തിൽ ഇട്ടിട്ട് അതിന് പിന്നെ നമ്മളൊന്നും കൂടി കത്തിയിട്ട് ചുരണ്ടെടുത്തിട്ട് നമുക്ക് ഉപ്പേരി വെക്കാം. അപ്പോൾ അത് സുഖമല്ല വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ സത്യം പറയാനുള്ളത് അതിലും വലിയ പണിയായി തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഇതിനെക്കാട്ടിയൊക്കെ സുഖം നമ്മളിങ്ങനെ കവറിലോ ചാക്കിലോ അല്ലെങ്കിൽ വല്ല സീലക്കണ്ടത്തിലോ എന്തിലേലൊക്കെ പൊതിഞ്ഞിട്ട് എല്ലാം തല്ലിയാൽ മതിയിട്ട്. അപ്പോൾ കുറേ തൊലി പോകും കേട്ടോ. ഞാനിങ്ങനെ ഒരു ഐഡിയ കണ്ടപ്പോൾ അങ്ങനെ നോക്കിയത്. പിന്നെ എന്തായാലും ആ പാത്രം കൊളായിൽ വെച്ചിട്ടാണ് ബാക്കിയും കൂടി അതിലിട്ടിട്ട് അങ്ങനെ ചെയ്തത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കത്തിയിട്ട് ഇങ്ങനെ തൊലി ചുരണ്ടി കളയാം കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഇപ്പോൾ ചെയ്യണ ഭയങ്കര ഇൻട്രസ്റ്റിൽ ചെയ്യുന്നുണ്ട്. വീഡിയോ എടുക്കൽ കഴിഞ്ഞാൽ എൻ്റെ ഇൻട്രസ്റ്റൊക്കെ പോകട്ടാ. അത് വേറെ കാര്യം. എന്ത് ചെയ്യുകയാണെങ്കിലും ഭയങ്കര പൊലിവിൽ ചെയ്യാൻ വേണ്ടിയിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് എനിക്ക് ചടക്കും. അതാണിപ്പോൾ സത്യം പറഞ്ഞുള്ള ഒരു അവസ്ഥ അതാട്ടോ. അങ്ങനെ വെയ്ക്കണ മാതിരിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ടോ. കുറേയൊക്കെ ഇങ്ങനെ ഇരുന്നും കിടക്കുന്നതാകുമ്പോൾ ഭയങ്കര ബോറടി ആയിക്കാരം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അതേമാതിരി അരിയാനും നുറുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കും. പകുതിയാക്കും, പകുതി ഉമ്മാക്ക് തന്നെ വെച്ചെടുത്ത് പോകട്ടെ. അപ്പോൾ ഉമ്മ പറയും ഒന്നും ചെയ്താൽ അത് പോയി കിടന്നാൽ മതി അറിയട്ടാ. കാരണം ഇതാണ് അവസ്ഥ. എല്ലാതും ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് പണി ഉമ്മാക്കും കൊടുത്ത് ഞാൻ പോയി അസലായിട്ടാണ് കിടക്കും. അതാണ് സത്യം പറഞ്ഞ അപ്പോഴത്തെ ഒരു അവസ്ഥ. അങ്ങനെ പകുതി കൂർക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ ക്ഷീണിച്ചിട്ടാ. അപ്പോൾ ഞാനത് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ പിന്നെയും പോയി കിടന്ന്. അങ്ങനെ കേട്ടോ ഊർക്കാപ്പിളി ഉണ്ടായിരുന്നു കേട്ടോ. ഇതേമാതിരി ഊർക്കാപ്പിളി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തേന് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരുമാതിരി അസ്വസ്ഥത തോന്നിയപ്പോൾ ഞാനെന്താ കെട്ടി ഇങ്ങനെ ഉപ്പും മുളകൊക്കെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് ഇത്തിരി സുർക്കൊക്കെ ഒറ്റിച്ചിട്ട് മസാല ഉണ്ടാക്കിയിട്ട് നമ്മളെ ഊർക്കാപ്പിളി ഉണ്ടല്ലോ അതതിൽ മുക്കി തിന്ന് കേട്ടോ. ആ പുളി എരും ഉപ്പൊക്കെ ഇങ്ങനെ വരുമ്പോൾ പ്രത്യേക ഒരു തരം ടേസ്റ്റ് കേട്ടോ. അതൊക്കെ തിന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേമാതിരി ഒരു ചെക്കൻ വന്നിരുന്നു. അങ്ങനെ ഓന് ഇതേമാതിരി പൊരിക്കടിയൊക്കെ ആയിട്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ സമൂസ ഒക്കെ കണ്ടപ്പോൾ സമൂസ തിന്നാനൊരു പൂതി. അപ്പോൾ അങ്ങനെ പിന്നെ സമൂസ ഞങ്ങൾ കരുതിട്ടാ. അപ്പം ഉമ്മാക്കും ഉണ്ടാ മതിയായിരുന്നു കേട്ടോ. ഞാനും ഈ മാത്രം വരയിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അനിയന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്ത് വെച്ചാൽ 2 സമൂസ 2 ഉണ്ടി എടുത്തിട്ടാ. അങ്ങനെ അപ്പോൾ ഓനെന്തെങ്കിലും ഫോണിൽ നോക്കണമെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ഇത് എന്തിനുള്ള വീഡിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പം ഉമ്മ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്, ഇങ്ങനെ ചാനലുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു യൂട്യൂബ് ചാനലുണ്ടോ, എന്താ പേര് എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഓന് അതിങ്ങനെ ഓരോ ഫോണിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഓൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ നമുക്കൊരു സബ്സ്ക്രൈബറെ കിട്ടിയിട്ടാണ്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ തീറ്റ കഴിഞ്ഞ് ഇരുന്നപ്പം ഇതേമാതിരി ഉമ്മാൻ്റെ അനിയത്തിയിട്ടും വന്നപ്പോൾ ചോക്കോബാറും പിന്നെ ഉപ്പിലിട്ട നെല്ലിക്കൊക്കെ കൊടുന്നിട്ടാ. അപ്പോൾ അത് തിന്നാനൊരു പൂതി. ഇങ്ങനെ സത്യം പറഞ്ഞാൽ തിന്നാൽ പോയി ഛർദ്ദിക്കുക, അതൊക്കെ തന്നെ കേട്ടോ അവസ്ഥ. അങ്ങനെ അതൊക്കെ തിന്നിരുന്നപ്പോൾ പിന്നെ ഉച്ചക്കൊക്കെ എനിക്കാണേലും ഇങ്ങനെ കറീനോട് വലിയ താല്പര്യമില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ കൂട്ടാണ്ടെങ്കിൽ അല്ലെങ്കിൽ സമ്മന്തി എന്തെങ്കിലും മതി വെച്ച് ചോറ് നാനൂട്ടൊക്കെ പിന്നെയും ചോറ് ഇറങ്ങുള്ളൂ. അത് നല്ല എരും പുളിയിലുള്ള കൂട്ടാൻ വേണം. അങ്ങനെ ഞാനെന്തായാലും കൂട്ടാൻ ഉണ്ടാക്കാൻ കരുതിയിട്ട് അപ്പോൾ എന്താ കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ ഇങ്ങനെ മുറ്റത്ത് ഇതേമാതിരി ഇതെന്തീന്ന് കൈപ്പങ്ങ. അങ്ങനെ കൈപ്പങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കൈപ്പങ്ങ പറിച്ചാനായിരുന്നു. ചിലതൊക്കെ ഇങ്ങനെ പൂത്ത് കാണാൻ പോകണം കേട്ടോ. അങ്ങനെ എന്താ പറയുക, ആ കൈപ്പങ്ങ പറിച്ചാൻ വേണ്ടി ഇറങ്ങിയിട്ട് അങ്ങനെ 2 കൈപ്പങ്ങ മതി എനിക്ക്. പക്ഷെ കണ്ടൊരു പൊലിവ്. അങ്ങനെ പിന്നെ എന്തായാലും ആ 2 കൈപ്പങ്ങ പറിച്ചെടുത്തിട്ട് അതിൻ്റെ വേര് കണ്ടാലൊരു ചെളിമ്പി വേരിട്ടാ, തീരെ വണ്ണമില്ലാത്ത വേര്. പക്ഷേ അതിന്മേൽ ഇങ്ങനെ മാഷാഅല്ലാഹ് വലിയ കുഴപ്പമില്ലാതെ കൈപ്പങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്മേൽ 2 കൈപ്പങ്ങ നുള്ളി പെറുക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ അതായിട്ട് കൊലയുമൊക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ എനിക്ക് പിന്നെ ഈ കൂട്ടാൻ ഞാൻ ഉണ്ടാക്കിയാൽ എനിക്കൊരു എന്തെന്ന് പറയുക മനസ്സ് പിടിച്ചോളൂ കേട്ടോ. അങ്ങനെയാണല്ല, ചില കൂട്ടാൻ നമ്മൾ ഉണ്ടാക്കിയാൽ നമുക്ക് മനസ്സ് പിടിച്ചോളൂ. ആരുണ്ടാക്കി തന്നാലും നമുക്ക് അത് അങ്ങോട്ടും നമ്മൾ വിചാരിച്ച ടേസ്റ്റ് ഒന്നും കിട്ടൂല. അതിനൊന്ന് ചിലത് ആരെങ്കിലും ഉണ്ടാക്കി തന്നാലും അത് നമ്മളെങ്ങനെ തലകുത്തിമറി ഉണ്ടാക്കിയാലും ഓലുണ്ടാക്കിയ ടേസ്റ്റ് കിട്ടൂല. അങ്ങനെയാണല്ലോ. ഇത് പിന്നെ ഈ കൂട്ടാൻ എങ്ങനെ വെച്ചാലും ഞാൻ പണ്ട് നമ്മൾ UP സ്കൂളിലൊക്കെ പഠിച്ചല്ലോ, 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന ടൈമിൽ 6ലാണോ 7ലാണോ എന്ന് ചെറിയ ഓർമ്മയില്ല. ടൈമിൽ എൻ്റെ ഒരു കൂട്ടുകാരത്തി ഉണ്ടായിരുന്നു കേട്ടോ, ഹിബ എന്ന് പറയും. ഓളമ്മ ഉണ്ടാക്കി കൊടുത്തയക്കണ ഒരു കൂട്ടാനായിരുന്നു കേട്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഓളെ കൂട്ടാൻ. എന്നിട്ട് എൻ്റെ കൂട്ടാൻ ഓൾക്ക് കൊടുക്കും, ഓളെ കൂട്ടാൻ ഞാൻ വേങ്ങി തന്നു കേട്ടോ ഉച്ചക്ക് ചോറിന്. അങ്ങനെ കൂട്ടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. അങ്ങനെ അന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൊതുവേ എനിക്ക് കൈപ്പങ്ങ ഇഷ്ടമല്ലാത്ത ആളാണ്, പക്ഷേ ഈ കൂട്ടാൻ ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ആ സ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം അതേമാതിരി ഓൾക്ക് മെസ്സേജ് അയച്ചപ്പോൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു, എടി എൻ്റെ അമ്മേൻ്റെ കൂട്ടാൻ പൂതിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഓൾക്ക് അറിയട്ടെ. പിന്നെ ഓളമ്മ അതേമാതിരി കണ്ടാറ് കുറച്ച് കൊടുത്തയക്കും ചെയ്യും കൂട്ടാൻ. എനിക്ക് എത്ര കൂട്ടാൻ തന്നാലും അന്ന് എനിക്ക് തികഞ്ഞില്ല കേട്ടോ, കാരണം അത്രയ്ക്കും ഇഷ്ടമായിരുന്നു കേട്ടോ ഓളമ്മൻ്റെ ആ ഒരു കൂട്ടാൻ. അപ്പോൾ അത് തിന്നാ ടേസ്റ്റ് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രത്യേക തരം ടേസ്റ്റ് കേട്ടോ. അങ്ങനെ പിന്നെ ഓളമ്മ എനിക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അങ്ങനെ പിന്നെ ഞാനും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ആ കൂട്ടാൻ. അപ്പോൾ പിന്നെ എന്തായാലും ആ ഒരു കൂട്ടാൻ ഉണ്ടാക്കി ചോറുന്നാൻ ഭയങ്കര പൂതിയിട്ടാണ്. ഞാൻ ഇടക്കും തലക്കൊക്കെ ഈ കൂട്ടാൻ ഉണ്ടാക്കലുണ്ട്, പക്ഷെ അത് എനിക്ക് മാത്രം പറ്റുള്ളൂ, എൻ്റെ കൂടെ വേറെ ആർക്കും പറ്റൂല കേട്ടോ. കാരണം അത് കൈപ്പങ്ങയാണ്, അതാണ്, പിന്നെ പുളിയൊക്കെ കൂടി ആയിട്ടുള്ളൊരു കൂട്ടാനാട്ടോ. എനിക്കാണെങ്കിൽ നല്ല എരിവും പുളിയും വേണം, പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ വല്ലാതെ എരിവും പുളിയും പറ്റൂല. അതാണ്, എനിക്ക് പണ്ടേ എരിവും പുളിനോട് കേട്ടോ താല്പര്യം. മധുരത്തിനോട് പണ്ടും ഇല്ല എപ്പോഴും ഇല്ല കേട്ടോ അങ്ങനെ വലിയ താല്പര്യം. അങ്ങനെ പിന്നെ അതൊക്കെ വെട്ടി നുറുക്കി ഇങ്ങനെ നീളത്തിൽ അരിയണം കേട്ടോ. അങ്ങനെ നീളത്തിലൊക്കെ അരിഞ്ഞെടുത്തിട്ടാണ്. അങ്ങനെ പിന്നെ അതൊക്കെ എന്താ പറയുക നല്ല ഉഷാറുള്ള അതെന്തായാലും ആ പണി മുഴുവനാക്കി ഇട്ടാൽ, കാരണം ഇത് എനിക്ക് തിന്നാനുള്ളതാണ്. അപ്പോൾ എനിക്കിപ്പോൾ ചോറുണ്ടാക്കി തിന്നണം, ഇങ്ങനെ അരിഞ്ഞ് കൂട്ടുണ്ടാക്കിയേ കഴിച്ചുള്ളൂ. കാരണം എനിക്കിതിൻ്റെ അമ്മ ഉണ്ടാക്കി തന്നാലും ഇപ്പോൾ ആരുണ്ടാക്കി തന്നാലും എനിക്കതങ്ങോട്ട് മനസ്സിൽ പിടിച്ചില്ല കേട്ടോ. നമ്മൾ വിചാരിച്ച മാതിരി എരിവും പുളിയൊക്കെ ഇട്ടിട്ട് എനിക്കേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഉമ്മ ഉണ്ടാക്കി തരുമ്പോൾ അങ്ങനെ എരിവ് ഇടില്ല. അപ്പോൾ എനിക്കെല്ലാം എരിവിട്ടുണ്ടാക്കണം. അങ്ങനെ പിന്നെ എനിക്ക് വെയ്ക്കണ മാതിരിയൊക്കെ ഞാൻ എന്തായാലും കൂട്ടാൻ ഉണ്ടാക്കിയിട്ട് വെക്കണ മാതിരി അങ്ങനെ പണിയെടുക്കുക വെച്ചാൽ അതേമാതിരി അരിയും, പിന്നെ കുറച്ച് നേരം ഇരിക്കും, പിന്നെ പോയിട്ട് കൂട്ടാൻ ഉണ്ടാക്കും. അങ്ങനെ പിന്നെ ചോർത്തിയിട്ടൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എണീച്ചപ്പോൾ വൈകുന്നേരം അതേമാതിരി ചക്കക്കൂട്ടാനും സമ്മന്തി ഉണ്ടായിരുന്നു. ചക്കക്കൂട്ടാൻ പറഞ്ഞാൽ എൻ്റെ ജീവനാട്ടോ. അങ്ങനെ പിന്നെ ചക്കക്കൂട്ടാനും സമ്മന്തിയൊക്കെ കൂട്ടി അങ്ങനെ ഇരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലാലു വന്നിട്ടോ. അങ്ങനെ പിന്നെ ലാലു ചാടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ലാലു എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാത്ത വെച്ചാൽ ലാലുവിടെ ഉമ്മാനായിട്ട് വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ലാലുവിനെ കാണാതെ എടുത്ത് വീഡിയോ ഇട്ട് ഞാനിത്. അങ്ങനെ ലാലുവിന് ചായ എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ കൊലയുമിരുന്ന് വർത്താനം പറയും. പിന്നെ രാത്രി പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് പോകേണ്ടി വന്നിട്ട് എവിടേക്കെന്നല്ല, ഹോസ്പിറ്റലിൽ കേട്ടോ. പിന്നെ പടപ്പറമ്പ് ഹോസ്പിറ്റലിൽ പോയിട്ട് കുളുക്കൂസിട്ട് കിടക്കട്ടെ. ഞാൻ എന്താ കാരണം എന്നല്ല, ഛർദി ക്ഷീണം, ഭയങ്കര ക്ഷീണം കേട്ടോ. അന്നത്തെ ദിവസം മുഴുവൻ ഛർദിയായിരുന്നു കേട്ടോ. അതെന്താ സംഭവിച്ചാൽ ലാലുവിനെ കളിയാക്കട്ടെ. കാരണം പകലൊന്നും വലിയ കുഴപ്പമില്ലാതെ തട്ടിമുട്ടി പോയിന്ന് ഞാനാണ്. രാത്രി ആയപ്പോഴത്തേന് പറ്റും കൊണ്ട് ക്ഷീണിച്ചിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഛർദി തന്നെ, തിന്നും ഛർദിക്കും പോയി കിടക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നും ഛർദിക്കും കിടക്കും തന്നെ കേട്ടോ. ഭയങ്കര പൂതി കേട്ടോ, പക്ഷേ ലാഭം പോയി ഛർദിക്കും, അങ്ങനെ ഒരവസ്ഥയാണ്. അങ്ങനെ പിന്നെ എന്തായാലും വേഗം പോയി ഗ്ലൂക്കോസ് ഇട്ടിട്ട്, കാരണം നമുക്ക് തടിയായിട്ട് നിൽക്കാൻ വെക്കണ്ടേ. അതിന് പിന്നെ ഗ്ലൂക്കോസ് ഇട്ടപ്പോൾ കുറേ ഒന്ന് സമാധാനമായിട്ടാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ ഗ്ലൂക്കോസ് ഇടുന്നത്, അതായത് എനിക്ക് ഓർമ്മ വെച്ചതിൻ്റെ ശേഷം കേട്ടോ. പണ്ടൊക്കെ ചെറിയ കുട്ടിയെന്ന് പറഞ്ഞാൽ ഇട്ടിട്ടുണ്ടാവും, അറിയില്ല കേട്ടോ. അങ്ങനെ എന്തായാലും എനിക്ക് ഒന്നും കൊണ്ട് പിടിയാറ് ഓർമ്മ വെച്ചതിൻ്റെ ശേഷം ആദ്യമായിട്ടാട്ടോ എനിക്ക് ഗ്ലൂക്കോസ് ഇടുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു പൊലിവുണ്ടായിരുന്നു കേട്ടോ. കാരണം ഛർദ്ദിച്ച് ഇടങ്ങാറായി ക്ഷീണിച്ച് വന്ന് ഗ്ലൂക്കോസ് ഇട്ടതാണ്. പക്ഷേ ആദ്യമായിട്ട് ഗ്ലൂക്കോസ് ഇട്ട ഒരു പൊലിവുണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ പിന്നെ
ഞാൻ ഗ്ലൂക്കോസ് ഇട്ട് കുറച്ച് നേരം കടന്നതിന് ശേഷം ലാലു പിന്നെ തിരൂർക്ക് പോയിട്ട് ലാലു ഒന്ന് അങ്ങനെ വെറുതെ കാണാൻ വേണ്ടി വന്നേന്. അപ്പോൾ പറ്റ വെച്ചാതായിന്ന് കണ്ടപ്പോൾ ലാലു അങ്ങനെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പൊക്കെ പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ വന്ന് ഗ്ലൂക്കോസ് ഇട്ട് കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ലാലു തിരൂർക്ക് പോയിട്ടാണ്. കാരണം ഞങ്ങൾ മഗ്‌രിബൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോയി നിൽക്കുന്നത്. പിന്നെ ലാലുവിനും തിരൂർക്ക് എത്തണ്ടേ, നട്ടപ്പാതിരാവൂലേ. അപ്പോൾ പിന്നെ കുറച്ച് നേരം ലാലു ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ ലാലുവിനോട് ഞാൻ പറഞ്ഞു പൊയ്ക്കോളിയാണ്. അങ്ങനെ ലാലു പോയിട്ടാണ്. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നപ്പോൾ 11 മണി ആ ടൈം ആയിക്കണം കേട്ടോ പെരേക്ക് എത്തിയപ്പോൾ. അങ്ങനെ പെരേക്ക് എത്തിയപ്പോൾ ബ്രോസ്റ്റ് തിന്നാൻ ഭയങ്കര പൂതി. അങ്ങനെ ബ്രോസ്റ്റ് കൊടുന്ന് തിന്നിട്ടാ. ഛർദിയുള്ള ഞാനാണ്, എന്ത് തിന്നാലും ഛർദിക്കണം ഞാനാണ്. പക്ഷേ ബ്രോസ്റ്റ് തിന്നാൻ പൂതിയായപ്പോൾ ബ്രോസ്റ്റ് കൊണ്ടുവച്ച് തിന്നപ്പോൾ ഒരു സമാധാനക്കേട് ഉണ്ടായിരുന്നു. കാരണം അതും ഛർദിച്ച് പോകുന്നത് പിന്നെ എന്താണെന്നാവട്ടെ ഛർദിച്ചില്ലട്ടെ, കാരണം തോനെ പൈസേൻ്റെ സാധനം ആയോണ്ടാണ് തോന്നുന്നത്. അങ്ങനെ പിന്നെ എന്തായാലും ഉപ്പിലിട്ട മാങ്ങ ഒക്കെ തിന്ന് അന്നത്തെ ദിവസം കഴിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.